പാലക്കാട് പോത്തുണ്ടി മാട്ടായിയിൽ നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ കണ്ടതായി നാട്ടുകാർ. പോലീസും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷന് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മാട്ടായി എന്ന സ്ഥലം. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. വൈകിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വനമേഖലയിൽ മാട്ടായിയിലുള്ള വനമേഖലയിലാണ് പോലീസ് സംഘം ഇപ്പോൾ വനത്തിനകത്തേക്ക് കയറിപ്പോയി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിടതൂർന്ന വനമാണ് ഈ ഭാഗത്ത്. അതായത് ആദ്യം ഒരു റബ്ബർ എസ്റ്റേറ്റും മറ്റുമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ആന ഉൾപ്പെടെയുള്ള കാടാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ പോലീസിൻ്റെ ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചെന്താമരയെ കണ്ടതായി ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അതൊരു കൃത്യമായ സ്ഥിരീകരണമില്ല. നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ കൂടിയിട്ടുണ്ട്. നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ ടോർച്ചും വടിയും ഒക്കെ എടുത്തുകൊണ്ട് അവരും ഒരു ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പാലക്കാട് പോത്തുണ്ടി മാട്ടായിയിൽ നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ആദ്യം 4 യുവാക്കളാണ് ഇയാളെ ഈ വനമേഖല കേന്ദ്രീകരിച്ച് കണ്ടതായി വെളിപ്പെടുത്തൽ ഉണ്ടായത്. പിന്നീട് ഒരു പോലീസുകാരനും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ഘട്ടം വന്നു. ഇതേ തുടർന്ന് പോലീസും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ്. വലിയൊരു വനമേഖലയാണ് ഈ കാണുന്നത്. ഈ വനമേഖലയ്ക്കകത്താണ് നാട്ടുകാരും പോലീസും ഇറങ്ങിക്കൊണ്ടുള്ള അരിച്ചുപെറുക്കിയുള്ള പരിശോധന നടത്തുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷന് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മാട്ടായി എന്ന സ്ഥലം. 2019 സുജാതയെ കൊലപ്പെടുത്തി ഇയാൾ 5 ദിവസം കഴിഞ്ഞാണ് പോലീസ് പിടിയിലാകുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ മല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെന്താമരയ്ക്കായുള്ള പോലീസ് വല വീശിയിരിക്കുന്നത്. ഒപ്പം നാട്ടുകാരുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഇപ്പോഴും പോലീസിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാട്ടായി വനമേഖലയിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ പ്രദേശവാസികളായ ആളുകൾ പറയുന്നത് ഇത് ചെന്താമരയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു സുരേഷ് എന്ന ഒരു പ്രദേശവാസിയായ ഒരു കർഷകൻ, അദ്ദേഹത്തിന്റെ ഒരു റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിന് സമീപത്തേക്ക് ഈ പ്രതി എത്തുന്നതായി സംശയം പോലീസിന് ഉണ്ടായതിനെ തുടർന്ന്, അതായത് പോലീസ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഇടയിൽ അവർക്ക് ഈ ഭാഗത്തേക്ക് പ്രതി എത്തിയതായിട്ടുള്ള ഒരു സൂചന ലഭിച്ചു. തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് അയച്ചു. ആ സമയത്ത് സുരേഷ് എന്ന കർഷകനാണ് അവരോടൊപ്പം പോയത്. ആ സുരേഷ് എന്ന കർഷകൻ ഈ 3 പോലീസുകാരുമായി ഈ കോഴി ഫാമാണ് അവിടെ ഉള്ളത്. ആ കോഴി ഫാമിന് സമീപത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് ഒരു കാൽ നട പോലെ ഈ വനത്തിനുള്ളിലെ ചപ്പുചവറുകളിൽ ആരോ ചവിട്ടി പോകുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയായിരുന്നു. അങ്ങനെ ഒരു ശബ്ദം കേട്ടതോടുകൂടെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ നാട്ടുകാരനും ചേർന്നുകൊണ്ട് ഈ ഇത്തരത്തിൽ ആ ശബ്ദത്തിന് പുറകെ പോയി. പക്ഷെ ആ ശബ്ദത്തിന് പുറകെ പോയെങ്കിലും പിന്നീട് അത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പന്നിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാട്ടുമൃഗങ്ങളാവാം. അതേസമയം ചെന്താമര ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. ഏതായാലും നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വനമേഖലയിൽ, ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. അരുൺ, ഇയാൾ 2019 സുജാതയെ കൊലപ്പെടുത്തുമ്പോൾ ഈ മേഖലയിലാണ് ഒളിച്ചിരുന്നത്. 5 ദിവസത്തിന് ശേഷമാണ് ഈ സുജാതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര അറസ്റ്റിലാകുന്നത്. സമാനമായ ഒരു രീതി തന്നെ ഈ കേസിലും ഈ ഇരട്ട കൊലപാതകത്തിന് ശേഷവും ഈ പ്രതി അവലംബിച്ചു എന്ന് വേണമോ കരുതാൻ? നേരത്തെ ഈ ഒരു വീടിന് സമീപത്തുള്ള വനമേഖലയിലാണ് ഒളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ ഈ മാട്ടായി ഭാഗത്തേക്ക് പ്രതി എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ മാട്ടായിക്ക് തൊട്ടടുത്തൊരു നെല്ലിക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ചെന്താമരയുടെ ബന്ധുവിന്റെ വീടുണ്ട്. അതുകൊണ്ട് തന്നെ വനത്തിനകത്ത് ഒളിച്ചു താമസിച്ച ചെന്താമര അവിടേക്ക് കടന്നു കളയാൻ, ആ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തിയതാണോ എന്ന് സ്വാഭാവികമായിട്ടുമുള്ള ഒരു സംശയമുണ്ട്. അതാണ് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന കൂടുതൽ നടത്തുന്നത്. ഇതുവരെ ചെന്താമരയാണെന്ന് പോലീസും ഒരു സ്ഥിരീകരണമൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർ പറയുന്നത് പോലീസൊന്നും അല്ലെങ്കിൽ തങ്ങളാരും ചെന്താമരയെ കണ്ടിട്ടൊന്നുമില്ല. ഇത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത തന്നെ തെറ്റാണെന്ന തരത്തിലാണ് ഈ നാട്ടുകാർ പറയുന്നത്.